നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന 4 റിക്രൂട്ട്മെന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് ISROയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അവിടെ 320ഓളം തസ്തികയിലേക്ക് ISRO റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോഗ്നിസന്റ് എന്ന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് 3 റിക്രൂട്ട്മെന്റുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, BTech, ME, MTech തുടങ്ങി എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, പല ഡിഗ്രിക്കാർക്കുമൊക്കെ അപേക്ഷിക്കാം. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും. എന്തിന് 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് കോഗ്നിസന്റിൽ ലഭ്യമായിരിക്കുന്ന 3 റിക്രൂട്ട്മെന്റുകൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കോഗ്നിസന്റ് ഓഫ് ക്യാമ്പസ് ഹയറിംഗ് ഫോർ അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി, അത് 2023-ലും 24-ലും കഴിഞ്ഞവർക്കൊക്കെയാണ് അവസരങ്ങളുള്ളത്. ഓർക്കുക, 25-ൽ കഴിഞ്ഞവർക്കും അവസരമുണ്ട്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ അതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ കൊച്ചി ഉൾപ്പെടെ വിവിധ ലൊക്കേഷനുകളിലേക്കാണ് ഈ അനലിസ്റ്റ് ട്രെയിനി തസ്തികയിൽ ഹയറിംഗ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മെയ് 31 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഈ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. നമുക്ക് എലിജിബിലിറ്റി ഒന്ന് നോക്കാം. 2023-24 വർഷങ്ങളിൽ 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അവസരങ്ങൾ. അതിൽ തന്നെ BCA അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ മാത്സിലോ ഫിസിക്സിലോ കെമിസ്ട്രിയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ അങ്ങനെ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ BSc അല്ലെങ്കിൽ BCA 2023-ലും 24-ലും കഴിഞ്ഞവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. 60% മാർക്ക് 10th ഓൺവേർഡ്സ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റുഡൻസ് വിത്ത് സ്റ്റാൻഡിങ് അരിയേഴ്സ് നീഡ് നോട്ട് അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അനലിസ്റ്റ് ട്രെയിനിയുടെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതിൻ്റെ ജോബിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ ഈ അപ്ലൈ നൗവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി ഇതേ കോഗ്നിസന്റ് തന്നെ സൂപ്പർ സെറ്റ് വഴി അനൗൺസ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഒന്ന് പരിശോധിക്കാം. ഇതും അനലിസ്റ്റ് ട്രെയിനി എന്നുള്ളതാണ്. എന്നാൽ നോക്കുക, ഇത് 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള അവസരമാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച അനലിസ്റ്റ് ട്രെയിനി 23-24 വർഷങ്ങളിൽ കഴിഞ്ഞവർക്കുള്ള അവസരമാണെങ്കിൽ 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് അപേക്ഷിക്കുവാനുള്ള ലിങ്കാണ് ഇവിടെ നൽകുന്നത്. ഇതിലും കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 31 മെയ് ആണ് എന്നുള്ള കാര്യം അറിയുക. ബാക്കി ഈ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സൂചിപ്പിക്കുന്നുണ്ട്. ഇതും 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ BCA അല്ലെങ്കിൽ BScയിൽ തന്നെ CS IT മുതൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ പല സ്ട്രീമിൽ BSc കഴിഞ്ഞവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട് സ്റ്റാൻഡിങ് അരിയേഴ്സ് കാണല് 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ അതൊരിക്കൽ കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ഈ സൂപ്പർ സെറ്റ് വഴി തന്നെ ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനി കോഗ്നിസന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കാം. ഇത് 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജെൻസി നെക്സ്റ്റ്, ജെൻസി പ്രോ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിൽ അവസരങ്ങളുണ്ട്. ഇതിന് നിങ്ങൾക്ക് ജൂൺ 2 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ജൂൺ 2 എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സാലറി മാക്സിമം 6.75 lakh per annum വരെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൊരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. BTech, ME, MTech അതായത് എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു ഹയറിംഗ് ഉള്ളത്. ഓർക്കുക, ലെതർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫാഷൻ ടെക്നോളജി ഇതൊക്കെ കഴിഞ്ഞവർ അപ്ലൈ ചെയ്യേണ്ടതില്ല. 60% മാർക്ക് 10th ഓൺവേർഡ്സ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് അരിയേഴ്സ് ഉള്ളവർ എലിജിബിൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക.
ബാക്കി ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവര് ഈ ISROയ്ക്ക് വേണ്ടിയിട്ട് ISRO സർട്ടിഫൈഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, ICRB. അവരാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുക, സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൽ 113 ഒഴിവുകളാണുള്ളത്. അതേപോലെ തന്നെ സയന്റിസ്റ്റ് അല്ലെ എഞ്ചിനീയർ മെക്കാനിക്കലിൽ 160 ഒഴിവുകൾ. ഇതേ പോസ്റ്റ് തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ 44 ഒഴിവുകളും, അതേപോലെ തന്നെ എഞ്ചിനീയർ ഈ ഒരു തസ്തികയിൽ 2 ഒഴിവുകളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഏതാണ്ട് 320ഓളം ഒഴിവുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആദ്യത്തെ തസ്തികയിൽ 113 പേരെ ഇലക്ട്രോണിക്സിലേക്ക് ഹയർ ചെയ്യുവാനായിട്ട് BTech ഓർ ഇക്വലന്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 65% മാർക്ക് എങ്കിലും മിനിമം നേടിയിരിക്കണം. ഇനി മെക്കാനിക്കലിലേക്ക് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 65% മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഓർക്കുക, 44 ഒഴിവുകളേ ഉള്ളൂ. ഇതും BTech ഓർ ഇക്വലന്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് 65% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതൊന്നും കൂടാതെയാണ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PRL എന്ന തസ്തികയിലേക്കും ഹയറിംഗ് ഉണ്ട്. അതുകൂടാതെ സയന്റിസ്റ്റ് എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് PRL ഈ ഒരു തസ്തികയിലേക്കും ഹയറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. അവർക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുവാൻ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ള കാര്യം. ഒരു നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീ ഓഫ് 250 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഓർക്കുക, ഇനീഷ്യലി നിങ്ങൾ പേ ചെയ്യേണ്ടത് 250 അല്ല 750 രൂപയായിരിക്കും. എന്നാൽ SC ST PWD അങ്ങനെ എക്സ് സർവീസ്മാന് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫീസ് നൽകേണ്ടതില്ല. ഇനി 750 രൂപ നിങ്ങൾ ഫീസ് കൊടുത്താൽ തന്നെയും നിങ്ങൾ പരീക്ഷ എഴുതുന്ന പക്ഷം 500 രൂപ റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇൻ ഇഫക്റ്റ് 250 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടി വരിക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ വെളിച്ചത്തിലായിരിക്കും ഇവരെ ഫൈനൽ സെലക്ഷൻ നടത്തുക. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് എങ്ങനെയായിരിക്കും, കാൽക്കുലേഷന്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മേൽ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, 27-ാം തീയതി മെയ് മുതൽ 16-ാം തീയതി ജൂൺ 2025 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതി ജൂൺ ആണ് എന്നുള്ള കാര്യം അറിയുക. അവൻ ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോവുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഓർക്കുക, ഈ ISRO റിക്രൂട്ട്മെന്റിന് ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. എന്നാൽ മറ്റ് റിക്രൂട്ട്മെന്റിലൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.